പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തഅ്തദിറൂ ഖദ് കഫർതും. നിങ്ങൾ ഒഴിവുകളൊന്നും പറയണ്ട. വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഈ കപടവിശ്വാസികളെ പറ്റിയാണ് പറഞ്ഞവർ ഖുർആനിൽ ഏതെങ്കിലും ആയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അത് ഞങ്ങളെപ്പറ്റിയാണോ എന്ന് ചുഴിഞ്ഞ് അന്വേഷിക്കും. ഞങ്ങളെപ്പറ്റി അല്ലല്ലോ എന്ന് പറയുമ്പോൾ സമാധാനം അടയുകയും ഞങ്ങളെപ്പറ്റിയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ കടിക്കുകയും പ്രവാചകൻ്റെ മുമ്പിൽ മറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടരുണ്ടായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യും? പ്രവാചകനെ കാണുമ്പം കളിയാക്കും. ഇയാളാണ് അറേബ്യയിലെ കോട്ടക്കൊത്തളങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത്, കിസയുടെ കൈവളകൾ അണിയാൻ പോകുന്ന ആളാണിത് പോകുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനൊക്കെ തുടങ്ങും. അപ്പം അവരെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ അപ്പോൾ പിന്നെ ഒരൊഴിവുകൾ ഒരു പറയും. മക്ക വിമോചന വേളയിലും ഒരു പല ഒഴിവുകൾ പറയും. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ ഒഴിവുകളൊന്നും പറയണ്ട. വിശ്വസിച്ചതിന് ശേഷം അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാം സത്യമാണെന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഏറ്റവും വലിയ തെളിവാണല്ലോ ബദർ യുദ്ധം. 3 ഇരട്ടി വരുന്ന സൈന്യങ്ങളോട് ഇവർ എളുപ്പത്തിൽ വിജയിച്ചില്ല. അപ്പം അതും ശരിയായ്ക്ക് ആയുധങ്ങളും വാഹനങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ഇസ്ലാം സത്യമാണെന്ന് ബോധ്യമായി. പിന്നീട് അങ്ങോട്ട് ബോധ്യമായി കൊണ്ടേയിരുന്നു. പല ഘട്ടങ്ങളിൽ ആയുധങ്ങളും വിജയിച്ചു. ഹുദൈബിയ സന്ധി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാറി. ചന്ദ്രനെ പ്രവർത്തി കാട്ടിക്കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യമായി. പക്ഷെ എന്നിട്ടും ഇവരെ അഹങ്കാരം മൂലം, അല്ലെങ്കിൽ ഇവരെ ആഭിജാത്യം, പിന്നെ ജാട മൂലം ഇവരെന്ത് ചെയ്തു? ഇസ്ലാമിനെ വെറുക്കുക, പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. തരം കിട്ടിയ ഇസ്ലാം എങ്ങനെ തകരണം എന്നാണ് ഒരു ആഗ്രഹം. ഉള്ളിക്കുള്ളാലെ ഇസ്ലാമിനെ അനുകൂലിക്കുമെങ്കിലും ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിലും നമസ്കാരത്തിൽ മുൻപന്തിയിലൊക്കെ ഉണ്ടെങ്കിലും മുമ്പത്തെ സംഫിൽ നമസ്കാരം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാം തകരണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പം പറയാ, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ തീരെ വിശ്വസിച്ചിട്ടില്ല. സത്യനിഷേധികൾ തീരെ വിശ്വസിച്ചിട്ടില്ല. അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവർ വിശ്വസിച്ച ശേഷം ഇസ്ലാമിനുള്ളിൽ കൂടെ വന്നിട്ട് പല തുരങ്കങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഞാനിപ്പോൾ ഫ്ലാറ്റ് എർത്തിനെ പറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഇസ്ലാം പഠനഭൂമിയെ പറ്റി ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ മഹാഭൂരിപക്ഷം വരെ ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളത് നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്രൂപ്പിലേക്ക് വരില്ല, അത്രയേ ഉള്ളൂ. വേറൊരു കൂട്ടർ ഗ്രൂപ്പിലേക്ക് വരികയും എന്നിട്ട് സ്പാം ചെയ്യുക, കാരണം കണ്ടമാനം മെസ്സേജ് ഇട്ട് നിറയ്ക്കുക, അശ്ലീല മെസ്സേജ് ഇടുക, വാക്ക് തെറ്റിക്കുക. വിജയിക ചർച്ച പഠനഭൂമിയെ പറ്റി ചർച്ച നടത്തുമ്പോൾ മറ്റു പല വീഡിയോ ലിങ്കുകൾ അയച്ചു തരിക, ചർച്ച മാറ്റുക, വഴിമാറ്റുക, വർഗീയതയിലേക്ക് പോവുക, രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക, ചർച്ച ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ദോഷമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ മറ്റ് പഠനഭൂമി നിഷേധിക്കുന്നവരോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അവർ പരിപൂർണമായിട്ടും പറയാം, ഞങ്ങൾ പഠനഭൂമി വിശ്വസിക്കില്ല, ഞങ്ങൾ വീണ്ടഭൂമിക്കാരാണെന്ന് പറഞ്ഞ് വേറെ ലെഫ്റ്റ് അടിച്ച് പോകുന്നവരെ കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഠനഭൂമിക്കാരനാണെന്നും പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ട് ചർച്ച വഴിതിരിച്ചു വിടുക. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പഠിക്കുന്ന ആഗ്രഹമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം, അവരെ അച്ഛനെ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം പഠനഭൂമിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരും കൂടി എന്തായാലും ലെഫ്റ്റ് അടിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു കൂട്ടർ മുസ്ലിങ്ങളിലും ഉണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഇതും തെറ്റിക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദിൻ്റെ വാക്കും നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, അദ്ദേഹം ഭ്രാന്തനാണ്, കവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കല്ലേ.
ദത്തുപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ വ്യക്തിയാണ് മാതള്ള. അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വഴിതിരിച്ച് വിടുന്ന പരിപാടിയൊക്കെ ഈ കപട വിശ്വാസികൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവർ കുറ്റവാളികളായിരുന്നതിൽ നാം ശിക്ഷ നൽകുന്നതാണെന്ന് പറഞ്ഞു. അവർ കുറ്റവാളികളാണ്, വിശ്വസിച്ച ശേഷം അവിശ്വസിച്ചവരാണ് അവർ. അപ്പോൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? സ്വാർത്ഥ താല്പര്യങ്ങൾ. പിന്നെ വിശ്വാസികളുടെ മേലെ ചെകുത്താൻ്റെ കൂടുതൽ ഉണ്ടാവും, പ്രവർത്തനം ഉണ്ടാവും. മനസ്സിലായില്ലേ? വിശ്വസിച്ച ആൾക്കാരെങ്ങനെ ഇസ്ലാമിൻ്റെ പുറത്താക്കി പോക്കലാണ് ചെകുത്താൻ്റെ ലക്ഷ്യം. അപ്പം അവന് എന്തെങ്കിലും വിശ്വസിച്ച ആൾക്കാരെ പോയി കൂട്ടുപിടിച്ച് അവനോട് മോഹന വാഗ്ദാനങ്ങൾ നൽകും. മനസ്സിലായില്ലേ? ഒരു മതപണ്ഡിതന് ഒരു തിന്മയിൽ അകപ്പെട്ടു പോയ വ്യക്തിയേക്ക് നേരിടുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം മതപുരോഹിതന്മാർക്ക് ചെകുത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഭയങ്കര പീഡനങ്ങളുണ്ടാവും ചെകുത്താൻ്റെ ഭാഗത്തുനിന്ന്. മതപുരോഹിതന്മാർക്ക്, മത നേതാക്കന്മാർക്ക്, അതുപോലെ ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഭയങ്കര പ്രയാസങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ ചെകുത്താൻ നല്ലോണം സ്വാധീനിക്കും ഇവരെ, നല്ലോണം കഴിവിൻ്റെ പരമാവധി. കാരണം മറ്റൊരു വെച്ചാൽ ഏതായാലും നരകത്തിൽ വിറകില്ലാന്ന് അവനറിയാം, അവർ സത്യനിഷേധികൾ. അപ്പോൾ അവരെ മേലെ വല്ലാതെ കളിക്കില്ല. ഇവർ കുറച്ച് ഇതുള്ള കഴുത്തുള്ള ആൾക്കാരാണ് ഒരു സത്യവിശ്വാസികൾ. അത് ഇവരെ പിന്നാലെ കൂടും, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. തിന്മ ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഏതെങ്കിലും സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തും. ആ സമയത്ത് പോകാനുള്ള ബസ്സിന് തകരാറാക്കും. അപ്പം കൂടുതൽ നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ അതുവഴി കട്ടുനോട്ടങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ നല്ല മദ്യപാനിയായ ഒരു ഡ്രൈവറെ കൊടുക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാരനായ സുഹൃത്തിനെ കൊടുക്കും, അല്ലെങ്കിൽ മറ്റു അശ്ലീല പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. പലതും എന്തൊക്കെയോ തിന്മകൾ അയാളെ കുറിച്ച് ചെയ്യുന്ന ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ രോഗങ്ങൾ, മേൽക്കുമേൽ രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കുറേ രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പോകും. അപ്പോൾ ചെകുത്താൻ വിജയിച്ച് അങ്ങനെ പല എല്ലാവിധ ദ്രോഹങ്ങളും സത്യവിശ്വാസികൾക്ക് ഈ ചെകുത്താൻ ഉണ്ടാക്കി വെക്കും. പക്ഷേ യഥാർത്ഥ ഈമാനുള്ള വ്യക്തിയാണ് ഇതൊക്കെ അവൻ തട്ടി മാറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആദർശമായി എൻ്റെ വീഡിയോ പിന്നെ ഏത് ഖുർആൻ സൂക്തമാണ് ഇനി അടുത്തെടുക്കേണ്ടത് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ ഇടം വരുത്തിയെന്ന് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ, നമ്മുടെ നസീറിൻ്റെ സിനിമ അല്പം കണ്ടു. ഒരു കാട്ടുകള്ളൻ എന്ന സിനിമേൻ്റെ പേര്. അപ്പം ആ കള്ളനെ പിടിക്കാൻ വേണ്ടി വെച്ചാൽ മരം കള്ളക്കടത്തുകാരനായ സുകുമാരനെ പിടിക്കാൻ വേണ്ടി നസീർ പോവുകയാണെന്ന് തോന്നുന്നു. പോലീസ് ഓഫീസറായ നസീർ പോവുകയാണെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം കണ്ടിട്ടുള്ളൂ. പണ്ടത്തെ സിനിമകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പോലീസ് ഓഫീസറായ ആൾക്കാർ അവസാനത്തേക്ക് കള്ളനായിട്ട് മാറും, കള്ളന്മാർ പോലീസ് ഓഫീസറായിട്ട് മാറും. അങ്ങനെയൊക്കെ ഭയങ്കര ട്വിസ്റ്റുള്ള സിനിമകളാണ് പണ്ടത്തെ സിനിമകളൊക്കെ. ഇപ്പം എന്താണെന്നറിയില്ല. ഏതായാലും ഈ നസീർ കള്ളനെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് കാട്ടിലൂടെ. പലതും കുറച്ചൊക്കെ അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ ഒരു സൂട്ട് കേസും ഒരു കത്തും കണ്ടു. ആ കത്തിൽ എന്താ എഴുതിയത്? ഇതിൽ സൂട്ട് കേസിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്, ഇത് നിങ്ങളെടുത്ത് ഇവിടെ നിന്ന് പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നസീർ എന്ത് ചെയ്ത് തുറന്നും കൂടി നോക്കാതെ അവരെന്ത് ഒറ്റ ഏറ് പറഞ്ഞു. ഈ സൂട്ട് കേസ് വൻ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു. മനസ്സിലായി? സാധാരണക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അല്പം ചെറുത്താൻ്റെ പ്രലോഭനങ്ങൾ പെട്ട ആൾ ആ പണം എടുക്കാം, അല്ലെങ്കിൽ അല്പം എടുക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം എന്നുള്ള ആകാംക്ഷ തുറന്നു നോക്കും. പക്ഷെ ഇദ്ദേഹത്തിലുള്ള ഇതുകൊണ്ട് ഈ ചെകുത്താനെതിരെയുള്ള അല്ലെങ്കിൽ തിന്മകൾക്കെതിരെയുള്ള പൊരുതാനുള്ള മനസ്സുള്ളത് കൊണ്ട് ആ ചെകുത്താൻ്റെ ഭാഗത്തുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലല്ലോ. ഒറ്റ സൂട്ട്കേസ് ഒറ്റ ഏറിയ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഇബ്ലീസിൻ്റെ യാതൊരു പീഡനങ്ങൾക്കും വശം വരാവരുത്. എന്ത് തന്നെ വന്നാൽ നമ്മൾ ഒരിക്കലും അവരുമായിട്ട് സന്ധിയാവരുത്. അങ്ങനെയുള്ളവർക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മളെ സഹായിക്കും. അതേസമയം ചില ആൾക്കാർ കുറേ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് നമുക്ക് തങ്ങൾമാരുടെ അടുത്ത് പോയി നോക്കാം. ഇളവൻ ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിണറ്റിൽ വെള്ളം കാണാതായപ്പോൾ
എൻ്റെ ഉമ്മ പറഞ്ഞു തങ്ങളടുത്ത് പോയി നോക്ക്, ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട, തങ്ങൾ നോക്കിയാൽ ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും വേണ്ടില്ല എന്ന് ഞാൻ പോയി നോക്കുകയും അത് 2 കോല് കുഴിക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതുപോലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. കിട്ടിയില്ലെങ്കിൽ വേണ്ട, എപ്പോഴും ആ കിണറ്റിൽ വെള്ളമില്ല, അതുകൊണ്ടൊരു ഉപകാരവുമായി, നമ്മുടെ മഴവെള്ള സംഭരണിയായി. മറ്റുള്ള അയൽവാസികളുടെ വീടുകളൊക്കെ എന്ത് ചെയ്യും, ടെറസുമേലത്തെ വെള്ളം അവരെന്ത് ചെയ്യും, നിലത്തേക്ക് ഒഴുക്കും. അങ്ങനെ നിലത്തിലുള്ള മണ്ണടക്കം പുറത്തേക്ക് ഒഴുകും. വീട്ടിലേതായാലും ആരും വെള്ളം വെക്കൂലല്ലോ, വെള്ളം പുറത്തേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണും ഒലിച്ചു പോകും. മണ്ണൊലിച്ചു പോയി മറ്റൊരു അയൽവാസിയുടെ വീട്ടിലേക്ക് വെള്ളം വന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ പൊട്ടക്കിണറിലേക്ക് വെള്ളം ടെറസുമേലത്തെ മുള്ളു വെള്ളം ആ പൊട്ടക്കിണറ്റിലേക്ക് വെക്കും. അപ്പം പിന്നെ എല്ലാം വെള്ളം ആ പൊട്ടക്കിണറ്റിൽ വെള്ളം ഉണ്ടാവും, മഴക്കാലത്ത് മാത്രം. അപ്പം അതുകൊണ്ട് ആ പ്രദേശത്തൊന്നും ഇപ്പം ഇതില്ല, വരൾച്ചയില്ല. നമ്മൾ വരുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര വരൾച്ചയായിരുന്നു. നമ്മൾ തൊട്ട അയൽവാസിൻ്റെ അടുത്ത വീട്ടിലാണ് ഒരു കിണറുള്ളത്. അവിടെ വെള്ളം വെള്ളം വറ്റുകയും അങ്ങനെ വെള്ളമില്ലാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നമ്മളിങ്ങനെ കിണറ്റിലേക്ക് വെള്ളം ആക്കിയ ശേഷം ആ പ്രദേശത്ത് ഒരിക്കലും ആ പ്രദേശത്തൊന്നും വെള്ളം ഇല്ലാത്ത പ്രശ്നം വന്നിട്ടില്ല. കാരണം ഒരു വർഷത്തെ മുഴുവൻ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് പോവുകയാണല്ലോ. മറ്റേത് ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രദേശത്തേക്ക് വരുന്നില്ല, അതിങ്ങനെ ഒലിച്ച് വയലിലേക്ക് ഒഴുകി പോവുക ചെയ്യുക. ഇത് നമ്മുടെ പ്രദേശത്തുള്ള കിണറ്റിൽ, നമ്മുടെ തൊടിയുള്ള കിണറ്റിൽ തന്നെ വരികയൊക്കെ ചെയ്തു. അങ്ങനെ വെള്ളത്തിന് ക്ഷാമം ഇല്ലാതായി മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശരാവാതിരിക്കുക. ആ കിട്ടാത്തതായിരിക്കും നമുക്ക് ഹയർ. മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹയറായിരിക്കും. അതാകുമ്പോൾ നമുക്ക് നന്മ. അല്ലേ, കുട്ടികൾ പാമ്പിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി മാതാവിനോട് പറയില്ല, മാതാവ് പിടിച്ചു കൊടുക്കില്ല. ആ മാതാവിനെ പാമ്പിനെ പിടിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് ആ കുട്ടിക്ക് നന്മ. അതുപോലെ തന്നെ നമുക്കറിയില്ല, നമ്മളിങ്ങനെ ഓരോന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിനോട്. പക്ഷെ അള്ളാഹുവിനറിയാം നമുക്ക് എന്തൊക്കെ നൽകണം, എന്തൊക്കെ നൽകണ്ട എന്നുള്ളത്. അപ്പം നമ്മളെല്ലാം അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അത് കിട്ടുന്നതിൽ നമ്മൾ സംതൃപ്തി അടയുക, അത് മതി. മനസ്സിലാതെ മറ്റ് തങ്ങന്മാരടുത്തും മൗലിയാക്കന്മാരടുത്തൊക്കെ ഒന്നും പോവാതിരിക്കുക. ഞാൻ പതിവായി കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പല തങ്ങന്മാരും പൊക്കിപ്പറയാനും മടവൂർ തങ്ങളെയും മറ്റു പലരും തീജാനി ഇതൊക്കെ ത്വരീഖത്തിനെ പറ്റിയൊക്കെ പൊക്കിപ്പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഒഴിവാക്കുക. മറ്റു പല കാര്യങ്ങളും മറ്റ് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ദജ്ജാലിനെ പറ്റിയും യൂറോപ്യന്മാരുടെ ചതിയെ പറ്റിയും അതൊക്കെ മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ മുഴുവൻ പ്രഭാഷണവും 100% നമുക്ക് നല്ലതായിരിക്കില്ല. ചിലതൊക്കെ തിന്മകളുണ്ടാവും. അല്ലേ, ഒരു മത്സ്യത്തിൽ മുള്ളും ഉണ്ടാവും, ചെകിളൊക്കെ ഉണ്ടാവും. മത്സ്യം മുഴുവനും തിന്നാൻ പറ്റില്ലല്ലോ. മീൻ മാർക്കറ്റിൽ പോയി 1 കിലോ മത്തി വാങ്ങി മത്തി അച്ചടിക്കിട്ടിട്ട് നമ്മൾ കറി വെക്കില്ലല്ലോ. അതിൽ ചെകിള പോക്കും, വാല് പോക്കും, തിന്നു കഴിഞ്ഞാൽ മുള്ളു പോക്കും, ചിലർ തലയുടെ ഒരു ഭാഗം പോക്കും, അങ്ങനെയാണല്ലോ. അപ്പം അതുപോലെ തന്നെ ഏതൊരു പ്രഭാഷകൻ്റെയും ചില വാക്കുകളൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റാതെയായിരിക്കും. ഭരണഭൂമി സിദ്ധാന്തം ആദ്യമായി കൊണ്ടുവന്ന നമ്മൾ ഇന്ദ്രട്ടനാണ്. മലയാളക്കരയിലെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് സ്വീകാര്യമായിരിക്കാൻ അദ്ദേഹം യുക്തിവാദിയാണ്. ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമുണ്ടെന്നുള്ള തെളിവ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. തെളിവ് കിട്ടിയാൽ വിശ്വസിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം വിശ്വസിക്കും, അത് സംശയമില്ല. അപ്പം അത് നമുക്ക് ദൈവത്തെ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വാദം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നായ്ക്കളെ കൊല്ലരുത്, പേപ്പട്ടികളെ കൊല്ലരുത് എന്നുള്ള വാദക്കാരനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഗോവിന്ദാചാര്യ ശിക്ഷിക്കരുത് എന്നും ഒരു വാദമുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ലേക്ക് ചെയ്തിട്ടില്ല. ബാക്കി അദ്ദേഹം മറ്റ് പഠനവുമെ പറ്റിയും വാക്സിനെ പറ്റിയൊക്കെ ഇരുന്ന് കണ്ടാൽ ഞാൻ ലേക്ക് ചെയ്യാറുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരാളുടെ എല്ലാ വാക്കുകളും നന്നായിക്കൊള്ളണമെന്നില്ല, നല്ലത് മാത്രം സ്വീകരിക്കുക. നല്ലത് മാത്രം സ്വീകരിക്കും. ഇതുപോലത്തെ കപടവിശ്വാസികളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി അംഗീകരിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.